അമേരിക്കൻ ഐക്യനാടുകൾ ഒരു സ്വപ്നഭൂമിയോ, അമേരിക്ക ഒരു സ്വപ്നഭൂമിയോ എന്ന ഈ സന്ദേശം നൽകുന്നത് റവറൻ ഡോക്ടർ വർഗീസ് ചെത്തിപ്പുഴയാണ്. അമേരിക്കൻ ഐക്യനാടുകളെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക USA എന്ന 3 അക്ഷരങ്ങളിലൂടെ അറിയപ്പെടുന്നത്. അമേരിക്ക ഒരു സ്വപ്നഭൂമിയോ എന്നതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അമേരിക്കയെ സംബന്ധിച്ച് ഒരു സമഗ്ര പഠനം അവതരിപ്പിക്കുവാൻ ഈ സന്ദേശത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമേരിക്കയെപ്പറ്റി സർവ്വസാധാരണമായി പറയാറുള്ള ഒരു ചൊല്ലുണ്ട്: അമേരിക്ക ഈസ് എ ലാൻഡ് ഓഫ് ഫ്രീഡം ആൻഡ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി. അതായത് അമേരിക്ക ഒരു സ്വതന്ത്ര ഭൂമിയാണ്, അതുപോലെ അവസരങ്ങളുടെ നാടാണ്. അമേരിക്ക ധാരാളം അവസരങ്ങൾ നൽകുന്ന നാടാണ്. ആർക്കും എന്തായി തീരുവാനും അവസരം നൽകുന്ന ഒരു രാജ്യം. അമേരിക്ക എന്ന് പൊതുവിൽ പറഞ്ഞാൽ അത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ഉൾപ്പെടുന്നതാണ്. USA എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ എന്ന വടക്കേ അമേരിക്ക മാത്രമാണ്. ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം അസൂയാപാത്രമാണ് അമേരിക്കൻ ഐക്യനാടുകൾ. അമേരിക്കയുടെ ഭരണഘടന അനുസരിച്ച് ഏത് രാജ്യത്തുള്ളവർക്കും അമേരിക്കയ്ക്ക് വരുവാനും കുടിയേറുവാനും നിയമം അനുവദിക്കുന്നുണ്ട്. അമേരിക്കയിൽ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ഭാഷയുടെയോ ലിംഗത്തിൻ്റെയോ പേരിൽ വിവേചനം പാടില്ലെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. അമേരിക്കയുടെ ചരിത്രം പറഞ്ഞാൽ BC 15,000 മുതൽ അമേരിക്കയിൽ ഉണ്ടായിരുന്നത് സ്വദേശീയരായ അവിടുത്തെ ആദിവാസികളായിരുന്നു. അമേരിക്കക്കാർ അവരെ ഇന്ത്യക്കാർ എന്ന് വിളിക്കും. എന്നാൽ നമ്മുടെ ഭാഷയിൽ അമേരിക്കയിലെ റെഡ് ഇന്ത്യക്കാർ, അവർ എങ്ങനെ റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെടുന്നു എന്നതിലേക്ക് കടക്കുവാനും ഞാനിവിടെ ഉദ്ദേശിക്കുന്നില്ല. അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലുമുള്ള ഇവർ ഇന്നും അമേരിക്കയുടെ മുഖ്യധാരയിൽ നിന്നും മാറിയാണ് ജീവിക്കുന്നത്. പല അമേരിക്കൻ നിയമങ്ങളും അവർക്ക് ബാധകവുമല്ല. അമേരിക്കയിലേക്ക് ആദ്യ കുടിയേറിയവർ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരുന്നുവെങ്കിലും ഭൂരിഭാഗവും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. അവരെല്ലാം അമേരിക്കയുടെ വിവിധ സ്ഥലങ്ങളിൽ ജീവിച്ചു വരികയുമായിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഇന്ത്യയിൽ സംഭവിച്ചതുപോലെ അവരെ എല്ലാം ബ്രിട്ടീഷ് കോളനികളാക്കി ബ്രിട്ടീഷ് രാജാവും ബ്രിട്ടീഷ് പാർലമെൻറ്റും കോളനികളെ ഭരിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ 1776 വരെ കോളനികളെ കൈയടക്കി ഭരിച്ചുവെങ്കിലും 1776 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം നൽകി. അന്നുണ്ടായിരുന്ന വിവിധ സ്റ്റേറ്റുകൾ ഒന്നിച്ചു ചേർന്ന് അമേരിക്കൻ ഐക്യനാടുകൾ എന്ന പേരിൽ ജൂലൈ 4, 1776 ഒരു സ്വതന്ത്ര രാജ്യം രൂപം കൊണ്ടു. അമേരിക്കയുടെ രാഷ്ട്രപിതാവും ആദ്യ പ്രസിഡന്റുമായിരുന്നു മഹാനായ ജോർജ് വാഷിങ്ടൺ. അദ്ദേഹം 1789 മുതൽ 97 വരെ അമേരിക്കയുടെ ഭരണ ചുമതല വഹിച്ചു. അമേരിക്കയിൽ കുടിയേറിയ ആളുകളുടെ പരിശ്രമ ഫലമായി അമേരിക്കയെ സാമ്പത്തിക വളർച്ചയുള്ള ഉന്നതങ്ങളിലേക്ക് നയിച്ചു. അമേരിക്കൻ വിജയത്തിൻ്റെ രഹസ്യം കഠിനാധ്വാനവും അർപ്പണ മനോഭാവവുമാണ്. അത് ഏത് രംഗത്തും ഇന്നും പ്രകടമാണ്. എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാം എന്ന് നമ്മുടെ ചൊല്ല് അമേരിക്കയിൽ തികച്ചും ശരിയാണ്. അമേരിക്ക ഒരു സ്വപ്നഭൂമി ആയതുകൊണ്ട് അല്ലേ ഇതൊക്കെ സാധിക്കുന്നത്? അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് അമേരിക്കയെ ലോകം മുഴുവൻ അസൂയയോടെ ഉറ്റുനോക്കുന്നതും കുടിയേറ്റക്കാരുടെ പർദീസായി കാണുന്നതും. അക്കാരണത്താലാണ് അമേരിക്ക ഒരു സ്വപ്നഭൂമി എന്ന് അറിയപ്പെടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമേരിക്ക വിസ്തൃതിയിൽ ഇന്ത്യയുടെ 3 ഇരട്ടി വലിപ്പമുള്ളതും ഇന്ത്യയുടെ 1/3 ജനസംഖ്യ ഉള്ളതുമായ ഒരു വലിയ രാജ്യമാണ്. 2020 കണക്കനുസരിച്ച് അമേരിക്കയിൽ 331 മില്യൺ ജനങ്ങൾ അധിവസിക്കുന്നു. യഹൂദ ക്രിസ്ത്യൻ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കൻ ഭരണഘടന അനുസരിച്ച് അതൊരു ഫെഡറൽ സംവിധാനമാണെങ്കിലും ഇന്ത്യയിലെ ഫെഡറൽ സംവിധാനത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് ഭരണം നടത്തുന്നു. ഇന്ത്യയിൽ പാർലമെന്ററി സംവിധാനത്തിൽ പ്രധാനമന്ത്രിയാണ് അധികാരി. ഇന്ത്യയിൽ ലോകസഭയും രാജ്യസഭയും ഉള്ളതുപോലെ അമേരിക്കയിൽ സെനറ്റും കോൺഗ്രസുമുണ്ട്. ഒരു സ്റ്റേറ്റിന് 2 സെനറ്റർമാർ വെച്ച് 100 സെനറ്റർമാരും 535 കോൺഗ്രസ് അംഗങ്ങളുമുണ്ട്. അമേരിക്കയിലെ 535 അംഗങ്ങൾ അടങ്ങിയ സഭയെ US ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് അറിയപ്പെടുന്നു. അമേരിക്കയിലെ സ്റ്റേറ്റുകളുടെ ഗവർണർമാർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ്.
ഇന്ത്യയിലെ ഗവർണർമാർ പ്രസിഡന്റിനാൽ നിയമിക്കപ്പെടുന്നവരുമാണ്. അമേരിക്കയിൽ 2 രാഷ്ട്രീയ പാർട്ടികളായ ഗ്രാൻഡ് ഓൾഡ് പാർട്ടി എന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയുമേ ഉള്ളൂ. ഇന്ത്യയിലെ പാർട്ടികളെപ്പറ്റി നമുക്ക് അറിവുള്ളതാണല്ലോ. നമ്മുടെ ചർച്ചാ വിഷയം അമേരിക്ക സ്വപ്നഭൂമിയോ എന്ന വിഷയത്തിൻ്റെ മുഖവരിയായി ഏതാനും വസ്തുതകൾ നമ്മുടെ അറിവിലേക്കായി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ ഏതു ഭാഗത്തു നിന്നും നിയമപരമായി അമേരിക്കയിൽ എത്തുന്നവർക്ക് അവിടെ ജീവിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ നിയമപരമായി അമേരിക്കയിൽ പൗരന്മാരാകുവാനും സാധിക്കും. ഒരു വ്യക്തിക്ക് ഗ്രീൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം. പൗരത്വം ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആശ്രിതരെ അമേരിക്കയിലേക്ക് കൊണ്ടുവരുവാൻ ഫയൽ ചെയ്യാവുന്നതാണ്. നീണ്ട വർഷക്കാലം അമേരിക്കയിൽ ജീവിച്ച വ്യക്തി എന്ന നിലയിൽ എൻ്റെ അറിവിൽ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ആരും തന്നെ താങ്കളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങിപ്പോയതായി കേൾവി പോലുമില്ല. അമേരിക്കയിൽ ഇന്ത്യക്കാരുടെ പ്രവേശനം പ്രധാനമായും തുടങ്ങിയത് 1940കളിലാണെന്ന് തോന്നുന്നു. ആദ്യകാലങ്ങളിൽ കുടിയേറിയവരിൽ ഭൂരിഭാഗവും വടക്കേ ഇന്ത്യക്കാരായിരുന്നു. ദക്ഷിണ ഇന്ത്യക്കാരുടെ, പ്രത്യേകിച്ച് മലയാളികളുടെ കുടിയേറ്റം തുടങ്ങിയത് 1960കളിലാണ്. അമേരിക്കയിലെ ഇന്ത്യക്കാരെ പറ്റി അമേരിക്കർ പറയാറുള്ളത് അത്ര നല്ല ഒരു റിപ്പോർട്ടല്ല. അവർ സ്വയം നേട്ടമുള്ളവരാണെങ്കിലും സമൂഹത്തിന് യാതൊന്നും തിരിച്ചു കൊടുക്കാറില്ല. ഇത് ശരിയായ ഒരു വിലയിരുത്തലാണെന്നാണ് പലരുടെയും അഭിപ്രായം. അമേരിക്കയിൽ അറിയപ്പെടുന്ന ധാരാളം ഇന്ത്യക്കാർ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. പ്രസിദ്ധരായ ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരും ധാരാളമുണ്ട്. അമേരിക്കയിൽ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ നീണ്ട ഒരു പട്ടിക തന്നെയുണ്ട്. അതുപോലെ അമേരിക്കയിലെ വ്യാവസായിക രംഗത്ത് ശോഭിക്കുന്നവരും നിരവധിയാണ്. അമേരിക്കർക്ക് വേണ്ടിയോ ഇന്ത്യക്കാർക്ക് വേണ്ടിയോ സേവനം ചെയ്യുന്ന നിരവധി കത്തോലിക്ക വൈദികന്മാരെയും സന്യസ്തരെയും അവിടെ കാണുവാൻ കഴിയും. ഇന്ത്യക്കാർക്കിടയിൽ ജോലി ചെയ്യുന്ന നിരവധി ക്രൈസ്തവ മിഷണറിമാരും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഹൈന്ദവ, ഇസ്ലാം മതവിഭാഗങ്ങളുടെ പുരോഹിതന്മാരും അവിടെയുണ്ട്. അമേരിക്കയിൽ നിയമാനുസൃതം ജീവിക്കുന്ന ആർക്കും വീട് വാങ്ങാം, കാറ് വാങ്ങാം, ഇഷ്ടമുള്ള ജോലി ചെയ്യാം, ഇഷ്ടമുള്ള പ്രായത്തിൽ പഠിക്കാം, എത്ര സ്വത്ത് വേണമെങ്കിലും സമ്പാദിക്കാം. അങ്ങനെ സൗകര്യങ്ങളുടെ പട്ടിക നീണ്ടുപോകുന്നു. ഒരുവൻ്റെ ജോലി തൃപ്തികരമല്ലെങ്കിൽ ഏത് സമയത്തും പിരിച്ചുവിടാം. നമ്മുടെ നാടിൻ്റെ ശാപമായ ബന്ധും ഹർത്താലും പണിമുടക്കും വാഹന തടസ്സവും ഒന്നും ഒരിടത്തും ഇല്ലെന്നുള്ളതാണ് വാസ്തവം. നിരുത്തരവാദപരമായി യാതൊരു പ്രവൃത്തിയും ചെയ്യുവാൻ ആരെയും നിയമം അനുവദിക്കുകയില്ല. നിയമപരമായി എടുക്കുന്ന നടപടി മാറ്റിമറിക്കുവാൻ ഒരു പാർട്ടിക്കാരനും രാഷ്ട്രീയക്കാരനും ഇടപെടാറില്ല. ഇടപെടുന്നുവെന്ന് നിയമപാലകരറിഞ്ഞാൽ കഠിനമായ ശിക്ഷയും കിട്ടും. ലോകത്തുള്ള പല രാജ്യങ്ങളെക്കാൾ അമേരിക്ക സംഭാവനകളും സഹായങ്ങളും നൽകുന്ന രാജ്യമാണ്. അമേരിക്കയെ ഉപദ്രവിച്ചാലും ആക്രമിച്ചാലും ആവശ്യ സന്ദർഭങ്ങളിൽ അവരെ സഹായിക്കുന്ന രീതിയാണ് അവരുടേത്. ഇന്ത്യയിലെ 10,000-കണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുവാനും തുടർന്ന് അവിടെ ജോലി ചെയ്യുവാനും ആഗ്രഹിക്കുന്നത് അമേരിക്ക ഒരു സ്വപ്നഭൂമി ആയതുകൊണ്ടല്ലേ? ഇന്ത്യയിലെ 50,000-ൽ പരം ആളുകൾ അമേരിക്കയിൽ IT രംഗത്ത് ജോലി ചെയ്യുന്നത് അതൊരു സ്വപ്നഭൂമി ആയതിനാലല്ലേ? ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും അമേരിക്കയോട് വിയോജിപ്പുള്ള ഇന്ത്യയിലെ നേതാക്കളും തങ്ങളുടെ മക്കളെ അമേരിക്കയിൽ പഠിപ്പിക്കാൻ വിടുന്നതും അവിടെ തുടർന്ന് ജോലി ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നതും അമേരിക്ക ഒരു സ്വപ്നഭൂമി ആയതുകൊണ്ടല്ലേ? അമേരിക്കയെ വെറുക്കുന്ന ഇന്ത്യൻ നേതാക്കളും കേരള നേതാക്കളുമൊക്കെ സാധാരണക്കാരന് അപ്രാപ്യമായ അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോകുന്നതും അമേരിക്ക ഒരു സ്വപ്നഭൂമി ആയതുകൊണ്ടല്ലേ? അമേരിക്കയുടെ ഡോളറും ചോക്ലേറ്റും ടീഷർട്ടുമൊക്കെ ഇഷ്ടപ്പെടാത്തവർ നമ്മുടെ നാട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. അമേരിക്ക ഒരു സ്വപ്നഭൂമി ആയതുകൊണ്ടല്ലേ ഇതൊക്കെ ലഭ്യമാക്കുവാൻ ആളുകൾ വ്യഗ്രത കാണിക്കുന്നത്? ഇന്ത്യക്കാരായ പ്രത്യേകിച്ച് കേരളീയരായവർക്ക് വേണ്ടി അമേരിക്കയുടെ നേഴ്സിംഗ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള CGFNS പരീക്ഷയുടെ ഒരു കേന്ദ്രം കൊച്ചിയിൽ തുറന്നുവെങ്കിലും അത് അടച്ചുപൂട്ടിയത് കേരളത്തിലെ പരീക്ഷാരംഗത്തുള്ള അഴിമതികളുടെ പശ്ചാത്തലത്തിലാണ്. അത് കൂടുതൽ വിശദീകരിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. കൊച്ചിയിൽ CGFNS പരീക്ഷാ കേന്ദ്രം തുറന്നതോടുകൂടി ഏതാണ്ട് 50,000 വീസകൾ ഉണ്ടായിരുന്നതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ നേടിയെടുത്തു.
ഉദ്യോഗാർത്ഥികൾക്കുള്ള വീസയോടൊപ്പം അവരുടെ ആശ്രിതർക്കും വീസ ലഭിച്ചതുകൊണ്ട് ഉദ്യോഗാർത്ഥികളെക്കാൾ കൂടുതൽ ആശ്രിതർക്ക് അമേരിക്കയിൽ കടന്നുകൂടുവാൻ സാധിച്ചു. ഒരു ഉദ്യോഗാർത്ഥിയുടെ കൂടെ ഭാര്യയോ ഭർത്താവോ മക്കളോ വീസ ലഭിച്ചവരുടെ കൂട്ടത്തിൽ ആയി എന്നർത്ഥം. അമേരിക്കയിലേക്കുള്ള നേഴ്സുമാരുടെ പ്രവേശനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. പുതിയ നിയമം അനുസരിച്ച് ഉദ്യോഗാർത്ഥി അമേരിക്കയിൽ വന്നു കഴിഞ്ഞ് ആശ്രിതർക്ക് വേണ്ടി അപേക്ഷ കൊടുത്ത് മാത്രമേ വീസ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ആയിരങ്ങൾ അമേരിക്കയിലേക്ക് കടക്കുവാൻ ശ്രമിക്കുന്നത് അതൊരു സ്വപ്നഭൂമി ആയതുകൊണ്ടല്ലേ? ആദ്യകാലങ്ങളിൽ അമേരിക്കയിൽ കുടിയേറിയ ആളുകൾ ജോലിയിലുള്ള തങ്ങളുടെ യോഗ്യത കൊണ്ടായിരുന്നു. പിന്നീട് ആശ്രിതരെ സ്വീകരിച്ചപ്പോൾ അത് യോഗ്യത നിലവാരത്തിൽ അല്ലായിരുന്നതുകൊണ്ട് യോഗ്യത കുറവുള്ള ധാരാളം ആളുകൾ അമേരിക്കയിൽ കടന്നുകൂടിയെന്നും അമേരിക്കയിലേക്ക് പ്രവേശനം അനുവദിക്കുന്ന ഇമിഗ്രേഷൻ അധികാരികൾ പറയുന്നു. എന്നാൽ ഇപ്പോഴത്തെ മാറ്റിയ നിയമങ്ങളനുസരിച്ച് അമേരിക്കയിൽ കടന്നുകൂടുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങോട്ട് കടക്കുവാൻ ആളുകൾ തത്രപ്പെടുന്നത് അതൊരു സ്വപ്നഭൂമി ആയതുകൊണ്ടല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ പൗരസ്വാതന്ത്ര്യമുള്ള 2 രാജ്യങ്ങൾ ഇന്ത്യയും അമേരിക്കയുമാണെന്ന് പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സ്വാതന്ത്ര്യം ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നവരാണ് അമേരിക്ക. എന്നാൽ സ്വാതന്ത്ര്യം അല്പം ദുരുപയോഗിക്കുന്നവരുടെ ഗണത്തിലാണ് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ ചിലർ നെറ്റിച്ചൊളിച്ചേക്കാം. എന്നാൽ അതാണ് വാസ്തവം. അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കുടിയേറിയ ഇന്ത്യക്കാർ തങ്ങളുടെ പൈതൃകം കാത്തുസൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവരുടെ മക്കൾ അമേരിക്കയിൽ ജനിച്ചു വളർന്നതുകൊണ്ട് അമേരിക്കക്കാരെ പോലെ ജീവിക്കുന്നത് പല മാതാപിതാക്കൾക്കും വിഷമത്തിന് കാരണമാകാറുണ്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സംസ്കാരവും ജീവിതശൈലിയുമാണ് അവരുടെ സമ്പാദ്യം. അങ്ങനെ 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘടനകൾക്കും കുടുംബങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ തന്നെ ഉണ്ടാകാറുണ്ട്. 2 സംസ്കാരങ്ങളും ഒന്നിച്ചു പോകുവാൻ പ്രയാസവുമാണ്. അമേരിക്കൻ ജീവിതശൈലിയിൽ മക്കൾ ആശ്ലേഷിച്ചില്ലെങ്കിൽ അവർ അമേരിക്കൻ മുഖ്യധാരയിൽ നിന്നും പുറന്തള്ളപ്പെടും. അമേരിക്ക ഒരു സ്വപ്നഭൂമി ആയതുകൊണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കും. ആ സ്വപ്നഭൂമിയിലെ മനുഷ്യജീവിതം സന്തോഷകരമാക്കുവാൻ എല്ലാവർക്കും ശ്രമിക്കാം. ദൈവത്തിന് നന്ദി പറയാം. എൻ്റെ ഈ സന്ദേശം ക്ഷമാപൂർവ്വം ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി.